ഇന്നിവിടെ ഇരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അതാ മുറുകെ പിടിക്കാൻ ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഭയപ്പെടേണ്ട കാര്യമാ ഈ സമൂഹത്തിൽ പടച്ചവനെ വിലയില്ലാതെ, സമൂഹത്തിൽ പടച്ചവനെ ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കാതെ തന്റെ ഹൃദയത്തോട് പടച്ചവനെ ചില ആളുകൾ ചേർത്ത് വെക്കുന്ന ചില കാര്യങ്ങളാണ്. എന്നാ പടച്ചു തമ്പുരാൻ പറയുകയാണ്, മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് അതാ ഒരുപാട് സ്വഹാബത്തുണ്ട്. അവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പടച്ചവനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ഈ കാര്യം പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ യാ സ്വഹാബാ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ആ കാര്യങ്ങൾ എന്താണെന്നറിയോ? അള്ളാന്റെ ദീനിലെ ഏറ്റവും വലിയ തെറ്റുകളുള്ള കാര്യങ്ങളാണ്. ഈ ദീനിൽ പടച്ചവനെ ഏറ്റവും മോശപ്പെട്ട ചില കാര്യങ്ങളാണ്, വലിയതായിട്ടുള്ള ചില തെറ്റുകളാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. വീണ്ടും അവിടുന്ന് റസൂലുള്ള ചോദിക്കുകയാണ്, സഹാബാ, ഞാൻ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ, തെറ്റ് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ? വീണ്ടും അവിടുന്ന് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ദീനിലെ ഏറ്റവും വലിയ തെറ്റായ കാര്യം അറിയിച്ചു തരട്ടെ? റസൂലുള്ള 3 പ്രാവശ്യമാ സ്വഹാബത്തിനോട് ഇത് ചോദിക്കുന്നത്. റസൂലുള്ള 3 പ്രാവശ്യമാ സ്വഹാബത്തിനോട് ചോദിക്കുന്നത്. പടച്ചവനെ, സ്വഹാബത്ത് അവിടുന്നതാ റസൂലുള്ളയോട് മറുപടി പറയുന്നതിന്റെ മുമ്പ്, അതേ എന്ന് പറയുന്നതിന്റെ മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സലാസൻ അൽ ഇശ്റാഖു ബില്ലാഹ്. അതാ 3 കാര്യങ്ങൾ പറയുകയാണ്. 3 കാര്യം 3 വട്ടമാ റസൂലുള്ള പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്നാമത്തേത് അല്ലാഹുവിനെ പങ്കു ചേർക്കലാ. പടച്ചവനെ, റബ്ബല്ലാത്ത വേറൊരാൾ ആരാധനക്കർഹനുണ്ട്, വേറൊരാൾ ആരാധനക്കർഹനുണ്ട്. പടച്ചവനെ എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരെ കുറിച്ചാ പ്രവാചകം പറഞ്ഞത്. അവരെ കുറിച്ചാ പ്രവാചകം പറഞ്ഞത്. അല്ലാഹുവേ, പടച്ചവനിലേക്ക് പങ്കു ചേർക്കുന്ന ചില ആളുകളുണ്ട്. ഈ ലോകം പടച്ചതല്ലയാ, പ്രപഞ്ചം പടച്ചതല്ലയാ, എന്നെ പടച്ചതല്ലയാ, നിങ്ങളെ പടച്ചത് പടച്ച തമ്പുരാനാണെന്നുള്ള ഏറ്റവും വലിയ വിശ്വാസമുണ്ടല്ലോ. ആ വിശ്വാസം ഇന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു പോവുകയാ. പല ആളുകൾക്കും പടച്ചവനെ ഇന്ന് റബ്ബുണ്ടോ എന്ന് വരെ സംശയമാണ്. ആ കാലഘട്ടത്തിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹമതാ, നമ്മുടെ ചെറുപ്പക്കാരിതാ പടച്ചവനെ കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ, സ്വഹാബ, ഞാൻ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്താണ് ആ കാര്യത്തിന്റെ പ്രത്യേകത എന്നറിയോ? പടച്ചവനെ, അത് ദീനിൽ ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് വലിയ മോശത്തരമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. എന്നിട്ട് പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കു ചേർക്കലാണ്. അല്ലാഹു അല്ലാത്ത മറ്റൊരാൾ ആരാധനക്കുണ്ട് എന്ന് പറയലാണ്. എന്റെ പ്രിയമുള്ളവരെ, വീണ്ടും അവിടുന്നതാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വഉഖൂഖുൽ വാലിദൈൻ, പടച്ചവനെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ, ഉമ്മയെ ചീത്ത പറയുന്നവൻ, വാപ്പയെ ചീത്ത പറയുന്നവൻ, പടച്ചവനെ അങ്ങനെ ജീവിക്കുന്നവരാരുണ്ടോ? അല്ലാഹുവേ, അവരാണ്. പടച്ചവനെ, ഇന്ന് പല മക്കളും ഉമ്മയോട് അനുസരണക്കേട് കാണിക്കുകയാണല്ലോ. വാപ്പയോട് മിണ്ടുന്നില്ല, ഉമ്മയോട് മിണ്ടുന്നില്ല. വാപ്പ പറഞ്ഞതല്ലടോ കേൾക്കുന്നത്. തന്റെ കൂട്ടുകാരെ മുമ്പിൽ പോയിട്ട് വാപ്പയുടെയും ഉമ്മയുടെയും കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അവരൊക്കതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. അല്ലാഹുവേ, അങ്ങനെ വേദനകൾ അനുഭവിക്കുന്ന എത്ര വാപ്പമാരുണ്ടെന്നറിയോ? പടച്ചവനെ, എത്രയോ ഉമ്മമാര് വാപ്പമാര് വിളിച്ചിട്ട് സങ്കടം പറയാറുണ്ട്.
ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്നോട് മിണ്ടുന്നില്ല. അവനിക്ക് ഏറ്റവും വലുത് അവന്റെ ഭാര്യയാ, അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരാ. ഞങ്ങൾ ആരും പറയുന്നത് അവന് കേൾക്കുന്നില്ലെന്ന് പടച്ചവനെ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന എത്രയോ ഉമ്മമാരുണ്ടെന്നറിയോ. മോനെ, ഉമ്മാന്റെ കണ്ണുനീരെന്ന് പറഞ്ഞ ജീവിതം മുഴുവനും നഷ്ടത്തിലാക്കുന്നതാ. എന്റെയും നിങ്ങളുടെയും ജീവിതം പടച്ചവനെ ഇല്ലാതെയാകുമടോ. ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമല്ലോ. എത്രയോ മഹാന്മാരുണ്ടെന്നറിയോ. പടച്ചവനെ ഉമ്മാന്റെ ജീവിതത്തിലേക്ക് കടന്നു കയറിയപ്പോ, പടച്ചവനെ ഉമ്മാനെ വേദനിപ്പിച്ചപ്പോ അല്ലാഹുവേ പടച്ച റബ്ബ് കൊടുത്ത് എത്രയോ ശിക്ഷയുണ്ടെന്നറിയോ. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയ സ്വഹാബത്തിന് വരെ പടച്ചവനെ അവിടുന്ന് ഉമ്മ പുറത്തു കൊടുക്കാത്തത് കൊണ്ട് മരണസമയത്ത് പടച്ചവനെ കലിമ ചൊല്ലാൻ കഴിയുന്നില്ല. അതാൽ ഖമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നമുക്കറിയുമല്ലോ. ഉമ്മയെ വേദനിപ്പിച്ചതാ, ഉമ്മാക്കൊന്ന് ചെറിയ വിഷമം വന്നതാ. ഉമ്മ പുറത്തു കൊടുക്കാത്തത് കൊണ്ട് മരണസമയത്ത് പോലും അവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അൽഖമ തങ്ങൾക്ക് കഴിഞ്ഞോ. അവസാനം അവിടുന്ന് ഉമ്മാനെ കാല് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, നിങ്ങളുടെ പൊന്നുമോനെ നിങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടോ, അതോ നിങ്ങളുടെ പൊന്നുമോനെ ഞാൻ ഇവിടെ വെച്ചിട്ട് കത്തിക്കണോ എന്ന് ചോദിച്ചപ്പോയാ പടച്ചവനെ ആ ഉമ്മ അവിടുന്ന് പുറത്തു കൊടുത്തത്. ആ സമയത്തല്ലേ അൽഖമ തങ്ങൾക്ക് അവിടുന്ന് കലിമ ചൊല്ലാൻ കഴിഞ്ഞത്. പടച്ചവനെ ഉമ്മാനെ വേദനിപ്പിക്കരുത്. ഒരു നിമിഷമെങ്കിലും പടച്ചവനെ ഉമ്മാന്റെ ഹൃദയത്തിനകത്ത് വിഷമം വന്ന മോനെ, ഉമ്മാന്റെ ഖൽബ് വേദനിച്ച മോളെ, ഉമ്മാന്റെ ഹൃദയം വേദനിച്ച വാപ്പാന്റെ ഖൽബ് നിന്റെ കാരണങ്ങളെ കൊണ്ട് കണ്ണൊന്നു നിറഞ്ഞ നിന്റെ ജീവിതം മുഴുവനും നഷ്ടത്തിലാ പൊന്നുമോളെ. അത് നീ മറന്നു കളയരുത്, അത് നീ മറന്നു കളയരുത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണടാ നിനക്കുള്ള സ്വർഗം ഇരിക്കുന്നത്. ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാ സ്വർഗമെന്ന് പറഞ്ഞ മോനെ, ഉമ്മാന്റെ കാലിന്റെ താഴത്ത് നിനക്ക് സ്വർഗം കാണൂല. പക്ഷേ ഉമ്മാന്റെ സ്വർഗം ഇരിക്കുന്നത്, നിന്റെ സ്വർഗം ഇരിക്കുന്നത് ഉമ്മാക്ക് സേവനം അനുഷ്ഠിക്കുമ്പോഴോ. ആ സ്വർഗത്തിന്റെ ഉള്ളറയിലേക്ക് കടക്കാനുള്ള ഏറ്റവും വലിയ കവാടമാ നിന്റെ വാപ്പയെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, വാപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ച മോനെ, മരണസമയം മുതൽ നീ പരാജയത്തിലാ. എടോ, ദുനിയാവിലല്ല വിജയിക്കേണ്ടത്, ദുനിയാവിലെ സ്ഥാനമാനങ്ങളിലോ അധികാരങ്ങളിലോ സമ്പത്തിലോ പവറിലല്ല വിജയം വേണ്ടതോ. വിജയം വേണ്ടത് പടച്ച തമ്പുരാന്റെ മുമ്പിലാണ്. വിജയിക്കേണ്ടത് പടച്ചുറപ്പിന്റെ മുമ്പിലാ. ആ വിജയം എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടില്ലെങ്കിലോ നമ്മുടെ ഇരുലോകവും നഷ്ടത്തിലാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. പടച്ച റബ്ബേ, ഇന്ന് തോന്നുന്നവന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും തെറി പറയുന്ന, കുറ്റപ്പെടുത്തുന്ന എത്ര മക്കളുണ്ട്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇന്ന് തോന്നുന്ന മാരിങ്ങനെ വിളിച്ചു പറയാ, എന്തിനു വേണ്ടിയിട്ട് എന്റെ പ്രിയമുള്ളവരെ, സ്വന്തം വാപ്പയും ഉമ്മയും നന്മയിലേക്ക് വിളിച്ചു. പോയില്ല, അത് പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ വന്നിട്ട് ആ തള്ള, ആ തന്ത ഞങ്ങൾ പീഡിപ്പിക്കാൻ നോക്കി, ഞങ്ങളെ അവിടെ നിന്ന് വേദനിപ്പിക്കാൻ നോക്കി എന്ന് പറയാ. എന്നിട്ട് അതുപോലെ തന്നെ ചില ആളുകൾ, തന്തയില്ലാത്ത ചില ആളുകൾ എന്ന് തന്നെ പറയാൻ കഴിയുന്ന ചില ആളുകൾ, എന്റെ പ്രിയമുള്ളവരെ, അവരെ സപ്പോർട്ടും ചെയ്തിട്ട് അവർക്ക് സപ്പോർട്ടുമായിട്ട് അവർക്ക് നന്മയുമായി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കടന്നു വരിക. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ കഥ നമുക്കറിയാലോ. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്ത ചില ആളുകൾക്ക് അവരുടെ പിന്നാലെ മൊബൈൽ ഫോണും പിടിച്ചിട്ട് നടക്കുകയാണല്ലോ. അവരുടെ വിശേഷങ്ങൾ അറിയാൻ, ചോദിക്കാനൊക്കെ അതിനൊക്കെ ആളുകളുണ്ടോ. തെറ്റിന്റെ കൂടെ നടക്കുന്നവരുടെ പിന്നാലെ നടക്കാനാ ഇന്ന് ആളുകൾ. നന്മയുടെ പക്ഷം ചേർന്ന് നടക്കുന്നവരുടെ കൂടെ നടക്കാൻ എന്റെ പ്രിയമുള്ളവർ ഇന്ന് ആരുമില്ല, അതാരും ഉണ്ടാകില്ല. ഇതാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ അവസ്ഥ. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ.
അതുകൊണ്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഖൂഖുൽ വാലിദൈനി, തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ വേദനിപ്പിക്കരുത്. മാതാപിതാക്കളെ വെറുപ്പിക്കാൻ പാടില്ല, സങ്കടപ്പെടുത്താൻ പാടില്ല. ഇന്ന് കാണുന്നവനെ, ഇന്ന് പഴയ കാലത്തൊക്കെ നമ്മുടെ ഉമ്മമാർക്ക് വാപ്പമാർക്ക് അറിയാം, പടച്ചവനെ അവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പുതിയാപ്പളയെ ചില നമ്മുടെയൊക്കെ വല്യമാട് ചോദിച്ചാൽ കാണാൻ വന്നത് പോലും അവർ അറിഞ്ഞിട്ടുണ്ടായില്ല അല്ലേ? കാണാൻ വരുമ്പോ ചെക്കനെ പോലും ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. കെട്ടുന്ന അന്നായിരിക്കും പടച്ചവനെ പുതിയാപ്പിളിനെ വരെ ചില വല്യമാര് കാണുന്നത്. പഴയ കാലത്തുള്ള അവസ്ഥ അതാ. ഇന്ന് അങ്ങനെയല്ല, മുമ്പേ കാണണം, അവർ സംസാരിക്കണം, അവരിയ്ക്കണം. അങ്ങനെയായി ഇന്ന് അതിലും അപ്പുറവാ. എല്ലാ രസങ്ങളും കഴിഞ്ഞിട്ടാ നിക്കാഹും വിവാഹമൊക്കെ. ഇതിന് വാപ്പയും ഉമ്മയും സപ്പോർട്ടാ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, അതൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പ്രിയമുള്ളവരെ, നിക്കാഹ് പോലും കഴിയാതെ, സഹോദരന്റെ നിക്കാഹ് പോലും കഴിയാതെ ഉറപ്പിച്ചു വെച്ച ഒരു ചെക്കനെയും കൂട്ടിയിട്ട് ഒരു കുടുംബം, എന്റെ പ്രിയമുള്ളവരെ, റിസോർട്ട് എടുത്തിട്ട് പുറത്തു പോയിട്ട് സ്വന്തം മകളെ ഇവനെയും ഒരു റൂമിലാക്കിയിട്ട് പെണ്ണിന്റെ വാപ്പയും ഉമ്മയും അപ്പുറത്തെ റൂമിൽ കിടന്നു. നിക്കാഹ് പോലും കഴിഞ്ഞിട്ടില്ല. എന്നോട് ഇന്ന് എന്റെ റൂമിൽ വന്നിട്ട് എന്റെ പ്രിയമുള്ള ഒരു വാപ്പ സങ്കടം പറയാം. ഇന്ന് സങ്കടം പറയാൻ, ഉസ്താദെ ഇങ്ങനെ ഒരു സംഭവം എന്റെ കുടുംബത്തിൽ ഉണ്ടായി, ഞാനതിൽ വല്ലാത്ത വേദനയില്ല, പറയാൻ കഴിയുന്നില്ല ഉസ്താദെ, സങ്കടപ്പെട്ട് പൊട്ടിക്കരയാം. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ നാടിന്റെ, നമ്മുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാ? അതിന് സപ്പോർട്ട് ചെയ്യുന്നത് സ്വന്തം മാതാപിതാക്കളാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, വ്യഭിചരിക്കാൻ വേണ്ടി സ്വന്തം മക്കൾക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്ന ഉമ്മമാരുടെ കാലവാ. പതിരാ സമയത്തിന്റെ നിശബ്ദയിൽ മകളുടെ കാമുകം വരിക വീട്ടിലേക്ക്, അവനിക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നത് സ്വന്തം പ്രസവിച്ച ഉമ്മയാ. സ്വന്തം പ്രസവിച്ച മകളെ ഈ പെണ്ണിന്റെ ഉമ്മയാ കാമുകന് വാതിൽ തുറന്നു കൊടുക്കുന്നത്. അള്ളാഹുവേ പടച്ച റബ്ബേ, ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോയടാ. മനസ്സിലായ നിങ്ങൾക്ക്? അള്ളാഹു നമുക്ക് നൽകട്ടെ. ഒരു 3 സ്വലാത്ത് എല്ലാവരും ചൊല്ലിക്കെ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് മൂന്നാമതായിട്ട് പറഞ്ഞു, വശഹാദത്തു സൂർ, കള്ള സാക്ഷ്യം ചെയ്യുന്ന ചില ആളുകൾ, ആ പണി ഒരിക്കലും ചെയ്യരുത്. അത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്താ പറഞ്ഞേ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും പടച്ചവനെ അവിടുന്ന് കള്ളസാക്ഷ്യം ചെയ്യരുതെന്ന് അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതാ വീണ്ടും അവിടുന്ന് പറയുന്നു, ഔ ഖൗലു സൂർ, ആ കള്ളസാക്ഷ്യത്തിൽ പെട്ടത് തന്നെയാണ് കളവ് പറയലും. കളവും പറയരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. നമുക്കറിയാം, ചില ആളുകള് അവരുടെ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ഇന്ന് നമ്മളൊക്കെ കളവ് പറയും. തൊള്ളയിൽ വന്നത് എന്താണോ അതപ്പ വിളിച്ചിട്ട് പറയും അല്ലേ? അത് മറ്റുള്ളവന്റെ തല പോയാലും വേണ്ടില്ല, മറ്റുള്ളവൻ എന്ത് മാനനഷ്ടം വന്നാലും വേണ്ടില്ല, അപ്പൊ നമ്മൾ അവിടെ നമുക്ക് വിജയെ നോക്കത്തുള്ളൂ. കളവിന്റെ അവസ്ഥ എന്തെന്നറിയോ? ഒരു കളവ് നമ്മൾ പറഞ്ഞാൽ ആ കളവ് പിന്നെ നമുക്ക് കൂട്ടാൻ കഴിയണമെങ്കിൽ, പറഞ്ഞ കളവ് അവിടുന്ന് തിരുത്താൻ കഴിയണമെങ്കിൽ, എന്റെ പ്രിയമുള്ളവർ, ആ കളവിന്റെ പുറമെ 100 കളവുകൾ നമ്മൾ പറയേണ്ടി വരും. ഒറ്റ കളവ് കൊണ്ട് 100 കളവുകൾ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തപ്പെടും. എന്തേ കാരണം? എന്തേ? കളവ് കൊണ്ടുള്ള ശിക്ഷയാണ്. ആ കളവ് നമ്മൾ പറഞ്ഞു, നമ്മൾ കള്ളനായി മാറാണ് സമൂഹത്തിൽ. അതുകൊണ്ട് കളവ് പറയരുത്, കള്ളസാക്ഷ്യം അവിടുന്ന് ചെയ്യരുത്. അതാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മോനെ, നിന്റെ തല പോകുമെന്ന് നീ അറിഞ്ഞാലും ഒരിക്കലും തന്നെ നീ കളവ് പറയല്ല. നിന്റെ ജീവിതത്തിൽ നീ കളവ് പറഞ്ഞു തുടങ്ങിയാൽ നിനക്കത് വലിയ പരാജയമാണ്. ദുനിയാവ് നഷ്ടപ്പെടുമടോ. ദുനിയാവിലെല്ലാവരും നിന്നെ കള്ളനെന്ന് പറയുമല്ലോ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ, അല്ലാഹുവേ, നീ ഏറ്റവും വലിയ ദീനിന് എതിര് ചെയ്തവനാ, ദീനിലെ ഏറ്റവും വലിയ തെറ്റാണ് നീ ചെയ്തു വെച്ചതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ കളവ് പറയണ്ട. മനസ്സിലായോ? മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതാ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഖിആ
പടച്ചവനെ ഇതിങ്ങനെ പറയുമ്പോ റസൂലുള്ള ഇങ്ങനെ ചാരിയിട്ടിരിക്കുകയാണ്. ഒന്ന് ചാരി ഇരുന്നു കൊണ്ട് റസൂലുള്ള പറയുകയാണ്, ഫജലസ ഫമാ സാല യുകർരിറുഹാ. റസൂലുള്ള ഇങ്ങനെ ആവർത്തിച്ചു പറയുകയാ, ഹത്താ ഖുൽനാ, പടച്ചവനെ ഞങ്ങളത് പറയുന്നുണ്ട്, ഞങ്ങൾ പറയുകയാണ്, ലൈതഹു സകതാ. റസൂലുള്ള ഇത് പറയുന്നത് നിർത്തിയിരുന്നെങ്കിൽ, റസൂലുള്ള ഇത് പറയുന്നത് നിർത്തിയിരുന്നെങ്കിൽ പടച്ചവനെ റസൂലുള്ളാഹിക്ക് അതൊരു ആശ്വാസമായിരുന്നല്ലോ, റസൂലുള്ളാഹിക്ക് സമാധാനമായിരുന്നല്ലോ. റസൂലുള്ള ഈ 3 കാര്യങ്ങൾ പടച്ചവനെ വളരെ ഗൗരവത്തോടു കൂടെ പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒന്ന് ചാരിങ്ങനെ ഇരുന്നു കൊണ്ട് വീണ്ടും അവിടെ നിന്ന് ഈ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവർ, എന്ത് ഇത് പറയാനുള്ള കാര്യം എന്നറിയോ? ഇത് പറയാനുള്ള കാര്യം എന്തെന്നറിയോ? ഈ കാര്യം അത്രയ്ക്കും ഗൗരവമാണ്, അത്രയ്ക്കും ഗൗരവമായ വളരെയധികം മോശപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്റെ പ്രിയമുള്ളവർ, ഈ കാര്യം ഇങ്ങനെ എടുത്ത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പരിചയപ്പെടുത്തിയത്. അള്ളാന്റെ ഹബീബ് ഇങ്ങനെ പറയുമ്പോൾ സ്വഹാബത്ത് വിചാരിക്കുക, പടച്ചവനെ റസൂലുള്ളാഹി നിർത്തിയിരുന്നെങ്കിൽ അത് റസൂലുള്ളാഹിക്ക് ഒരു സമാധാനമാകുമായിരുന്നല്ലോ, റസൂലുള്ളാഹിക്ക് ഒരു സമാധാനമാകുമായിരുന്നല്ലോ എന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിന്റെ പ്രിയമുള്ളവരെ വിചാരിച്ചു. ഇന്ന് റജബ് മാസവാ, റജബ് മാസത്തിലേക്ക് നമ്മൾ കടക്കാനിരിക്കുക. ഇന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ദിവസവാ. ഇന്ന് മാസം കണ്ടിട്ടില്ല, നാളെ പരിശുദ്ധമായ ഈ സമയം പരിശുദ്ധ റജബ് മാസം 1 എന്റെ പ്രിയമുള്ളവരെ മഗ്‌രിബിയോട് കൂടെ കിടക്കാം. ഇന്ന് നമുക്ക് സംശയത്തിന്റെ ദിവസമായിരുന്നു, മാസപ്പിറവ് കാണുമെന്ന് നമ്മളൊക്കെ വിചാരിച്ചു, പക്ഷേ മാസം കണ്ടിട്ടില്ല. നാളെ പരിശുദ്ധമായ റജബ് മാസം 1 നമ്മൾ കടക്കാൻ, എന്റെ പ്രിയമുള്ളവരെ, നാളെ നമ്മൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ റജബ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ബഹുമാനിച്ച മാസമാണ്. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് എന്ന് പറഞ്ഞാൽ റജബുൻ ശഹറുല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മാസത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഇതാ 3 മാസക്കാലം നമ്മൾ ദുആ ചെയ്യുമല്ലോ, 2 മാസക്കാലം നമ്മൾ ദുആ ചെയ്യുമല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. പടച്ചവനെ, പരിശുദ്ധമായ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്, റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാ എന്ന് നമ്മൾ പല ആളുകളും പടച്ചവനെ ദുആ ചെയ്യുമല്ലോ. അതാ ദുആ ചെയ്യേണ്ട സമയം ഇങ്ങനെ കയ്യെത്തും ദൂരത്താണുള്ളത്, കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസമതാ പടച്ചവനെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കോ, റജബിന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കിക്കോ, എന്നിട്ട് ജീവിതത്തിൽ പകർത്തിക്കോ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ റജബിന്റെ മഹത്വത്തെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാസമാണ്. വശഅബാനു ശഹരി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് എന്റെ മാസമാണ്, സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട മുത്തുനബിയുടെ മാസമാണ്. വറമളാനു ശഹ്റു ഉമ്മത്തി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റമളാൻ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തിന്റെ മാസമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാസങ്ങളിലേക്ക് എന്റെ പ്രിയമുള്ളവരെ ഇനി നമ്മൾ ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നത്. ഇതിലൊക്കെ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഓരോ പ്രതിഫലങ്ങൾ നമ്മൾ അറിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ വീണ്ടും വീണ്ടും റജബായിരുന്നെങ്കിൽ, ശഅബാൻ ആയിരുന്നെങ്കിൽ, റമളാൻ ആയിരുന്നെങ്കിൽ എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചു പോകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ദിവസമല്ല, നാളെ രാത്രിയായി കഴിഞ്ഞാൽ പരിശുദ്ധമായ പുണ്യവാന റമളാൻ, പരിശുദ്ധമായ റജബുണ്ടല്ലോ, അതാ റജബ് മാസം നമ്മളിലേക്ക് കടന്നു വന്നാൽ അതാ പടച്ചവനെ അല്ലാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യണമല്ലോ. ഇരു കരങ്ങളും അവിടുന്ന് അല്ലാഹുവിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യണമല്ലോ. അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ
بالأمن والإيمان والسلامة والإسلام والتوفيق لما تحب وترضى ربنا وربك الله. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിച്ചവനെ, അവിടുന്ന് പുണ്യമായ റജബിനെ ഒരുപാട് ബഹുമാനിച്ചതാ. അതുകൊണ്ട് ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ അല്ലാഹുവോട് പറയണല്ലോ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ-അംനി വൽ-ഈമാൻ വസ്സലാമത്തി വൽ-ഇസ്ലാം വത്തൗഫീഖ് ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. എന്തേ അത് പറയുന്നതെന്നറിയോ? ഈ ഭൂമി ലോകത്ത് ചന്ദ്രനെ പടച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ. അതാ എല്ലാം പടച്ചുണ്ടാക്കിയ പടച്ചുറബുണ്ടല്ലോ. ആ പടച്ചുറബിനോട് നമ്മൾ ചോദിക്കുന്നത്, അല്ലാഹുവേ, പുതിയ മാസം ഞങ്ങളിലേക്ക് കടന്നു വരികയാ. ഈ പുണ്യമായ മാസം ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, നീ നിർഭയത്വം തരണേ അല്ലാ. ഈമാനിനെ ചോദിക്കുകയാ, രക്ഷയെ ചോദിക്കുകയാ, സമാധാനത്തെ ചോദിക്കുകയാ. അല്ലാ, ഈ മാസത്തിന്റെ മാറി മാറി വരവിനുള്ള അല്ലാഹുവേ ചന്ദ്രനുണ്ടല്ലോ, എല്ലാത്തിനെയും പടച്ചത് അല്ലാഹുവേ നീയാണ് റബ്ബേ എന്ന് പടച്ചവനോട് കയ്യുയർത്തിയിട്ട് ദുആ ചെയ്യ. അങ്ങനെ നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹുവേ പടച്ചവനെ, ദുനിയാവിൽ നമുക്ക് അല്ലാഹു തആല ഈ മാസം കൊണ്ട് നമുക്ക് സാക്ഷി പറയുമെന്ന് അതാ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാ. അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, പരിശുദ്ധമായ റമളാൻ ഉണ്ടല്ലോ, പരിശുദ്ധമായ ശഅബാൻ ഉണ്ടല്ലോ, ഈ മാസത്തിലൊക്കെ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. മാത്രമല്ല, പരിശുദ്ധമായ പുണ്യമായ റമളാനിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ് എന്ന് ഓരോ നമസ്കാര ശേഷം എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വീട്ടിനകത്തിരുന്നു കൊണ്ട് നമ്മൾ ദുആ ചെയ്യണല്ലോ, നമ്മൾ ദുആ ചെയ്യണല്ലോ. ഓരോ വാപ്പമാരും പള്ളിയിലേക്ക് കടന്നു വരുമ്പോ ഉസ്താദ് മിഹ്റാബിലിരുന്നു കൊണ്ട് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാ മടി കാണിക്കരുത് ചെറുപ്പക്കാരാ, ആമീൻ പറയാ മടി കാണിക്കരുത് വാപ്പാ. നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ലെങ്കിലോ അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിലോ എങ്ങനെയാടാ നിനക്ക് വിജയിക്കാൻ കഴിയുന്നത്? നിനക്ക് നന്മ നിന്റെ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിയുമോ? അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ റഹ്മാനേ. ഈ പരിശുദ്ധമായ പടച്ചുറപ്പിന്റെ മാസമുണ്ടല്ലോ, ഈ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ആരെങ്കിലും നോമ്പെടുത്താൽ നാളെ പടച്ചുറപ്പ് റജബ് എന്ന് പറയുന്ന പരിശുദ്ധമായ നദി അവനിക്കുള്ളതാ. പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള മനോഹരമായ പടച്ചവനെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകത്ത് നിനക്കൊരു നദി വരെയുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. മോനെ, റജബിന് നോമ്പെടുത്തവന് റജബ് എന്ന് പറയുന്ന കവാടം പോലും തുറക്കുകയാണടാ. എന്തിനെന്നറിയോ? എന്തിനെന്നറിയോ? ഈ പുണ്യവാന ദുനിയാവിൽ വെച്ചിട്ട് ഈ മഹത്വം കൊണ്ട് നിറഞ്ഞ ഈ പുണ്യമായ മാസത്തില് എല്ലാവരും കളിക്കുകയാണ്, ചിരിക്കുകയാണ്, ആടുകയാണ്, പാടുകയാണ്. പടച്ചവനെ എല്ലാവരും സന്തോഷത്തോടെ തുള്ളിച്ചാടുമ്പോ ആ സമയത്തും റമളാനിലല്ലോ, സുന്നത്തായ നോമ്പെടുത്തുകൊണ്ട് പടച്ചറബിനെ ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിൽ ജീവിക്കുന്നവരായിട്ടോ എൻ്റെ പ്രിയമുള്ളവരെ പല ആളുകളും മാറുമ്പോ
നിനക്കല്ലടാ പടച്ചവന് ഈ പ്രതിഫലം നൽകേണ്ടത്, നിനക്കല്ല മോനെ അല്ലാഹു തആല ഈ സമാധാനത്തിന്റെ വചനം തരേണ്ടത്. എല്ലാവരും സന്തോഷിച്ച് പല രൂപത്തിൽ ഭക്ഷണം കടിച്ചാടുമ്പോ തൊണ്ട വരണ്ട്, ദാഹം സഹിച്ച്, ചൂട് സഹിച്ച്, ശരീരത്തിൽ പടച്ചവനെ അല്ലാതെ പ്രയാസപ്പെട്ട് വിശന്നൊട്ടിയ വയറുമായിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നോമ്പുകാരനായിട്ട് നിൽക്കുമ്പോ നീയാണടാ ഏറ്റവും വലിയ ഭാഗ്യവാന്, നീയാ ഏറ്റവും വലിയ ഭാഗ്യവാന്. അല്ലാഹു നിനക്കാ മഹത്വം തരുന്നത്. അതുകൊണ്ട് റജബിന്റെ മഹത്വങ്ങൾ കളയരുത്, റജബിന്റെ പവിത്രതയെ കളയരുത് മോനെ. എല്ലാ മാസവും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ, എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഇബാദത്ത് ഈ പുണ്യവാന മാസത്തിൽ നീ അധികരിപ്പിക്കണേ. നീ ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കണേ, ഒരുപാട് ദിക്റുകൾ അധികരിപ്പിക്കണേ. ഒരുപാട് പഠിച്ചവനെ എല്ലാ ദിവസവും സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. പടച്ചവനെ അല്ലാഹുവേ, പടച്ചവനെ ഇശാഇന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാറില്ലെങ്കിൽ, അല്ലെങ്കിൽ സലാം വീട്ടിയ പടച്ചവനെ ഉടനെ എണീറ്റ് പോകാറാണെങ്കിൽ മോനെ ഇരുന്നിട്ടൊരു 2 റക്അത്തെങ്കിലും നീ സുന്നത്ത് നിസ്കരിക്കണേ. അള്ളാന്റെ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് നീ നമസ്കരിക്കണേ. അള്ളാന്റെ ശിആറുകളാണ് ഇതെല്ലാം, പടച്ച റബ്ബിനെ ബഹുമാനിക്കേണ്ട മാർഗങ്ങളാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ജീവിതത്തിലില്ലെങ്കിലോ, നമ്മുടെ മനസ്സിലില്ലെങ്കിലോ, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടില്ലെങ്കിലോ അല്ലാഹുവേ ഇരുലോകവും നഷ്ടത്തിലാ പൊന്നുമോനെ, നമ്മുടെ ഇരുലോകവും നഷ്ടത്തിലാണടാ. അതിന് നീ നിൽക്കല്ല, അതിന് നീ നിൽക്കല്ല. അല്ലാഹുവിന്റെ വലിയ അസാബുകൾ നമ്മെ തേടി വരുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അല്ലാഹുവേ, നമ്മൾ നിസ്കരിച്ചതും നോമ്പെടുത്തതും എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും എന്റെ പ്രിയമുള്ളവരെ എടുത്തു നോക്കിയാൽ അല്ലാ നന്മകൾ കുറവാ, നന്മകൾ കുറവാ. പിന്നെ എന്തേ ബാക്കിയുള്ളെന്നറിയോ? അല്ലാഹുവിനെ ഇതുപോലെ ബഹുമാനിച്ചത്, റബ്ബിനെ സ്നേഹിച്ചത്, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടത്, പടച്ചവനെ പാപങ്ങളെ സഹായിച്ചത്, റജബിനെയും ശഅബാനിനെയും ബഹുമാനിച്ചത്, ആദരിച്ച് നന്മകൾ ചെയ്യാൻ ഒരുങ്ങിയത്, ആ സമയത്ത് നല്ല മനസ്സ് കാണിച്ചത്, പാപങ്ങൾക്ക് മുമ്പിലൂടെ പടച്ചവനെ അഹങ്കാരം കുറച്ച് സമാധാനത്തിൽ നടന്നത്, ഇതൊക്കെയാണടാ നാളെ റബ്ബിന്റെ മുമ്പിൽ നമുക്കുണ്ടാകുന്നത്. അല്ലാ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരു ദിവസം നീ 10 സ്വലാത്ത് ചൊല്ലുന്നവനാ, എന്നാൽ അതൊരു 50എങ്കിലും ആക്കാൻ റജബിന് നീ ഒരുങ്ങണേ. ഒരു ദിവസം 100 ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ടെങ്കിൽ മോനെ ഒരു 200 ഇസ്തിഗ്ഫാർ ചൊല്ലാ റജബിന് നോക്കണേ. അങ്ങനെ നിന്റെ ഓരോ ഇബാദത്തുകളുണ്ടല്ലോ അത് നീ അധികരിപ്പിച്ചാ അല്ലാഹുവിന്റെ മുമ്പിൽ നീ വിജയിച്ചടാ. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ, സൂറത്തുൽ മുൽക്ക് ഈ പുണ്യമാന ദിവസത്തില് റജബിന്റെ ആദ്യ ദിനത്തിന് നീ ചൊല്ലാൻ വേണ്ടി ഒരുങ്ങിയാൽ ഈ മാസം നിനക്ക് അനുകൂലമാണ് മോനെ. അല്ലാഹ് നിനക്ക് അനുകൂലമാക്കി തരുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ സുന്നത്ത് നോമ്പുകൾ പിടിക്കുക. റജബിന്റെ പുണ്യമാന രാവിൽ ഈ ദിനങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക. റജബിന്റെ 1ാമത്തെ ദിനമുണ്ടല്ലോ, ആ ദിനത്തിന് നോമ്പെടുത്താൽ അല്ലാഹു തആല കണക്കില്ലാത്ത പ്രതിഫലമാ മോനെ നിനക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്. നിന്റെ പാപങ്ങൾ പൊറുക്കാൻ, നീ കണ്ടതും കേട്ടതും ചെയ്തതുമായ പാപങ്ങൾ പൊറുക്കാൻ ഈ പുണ്യമാന ദിനത്തിന് നീ ചെയ്തിട്ടുള്ള ഓരോ നന്മകളുണ്ടല്ലോ, നീ എടുത്ത നോമ്പുകളുണ്ടല്ലോ, അതൊരു കാരണമാണ്.
ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ചവനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതുപോലെ തന്നെ സ്വഹാബത്ത് ഒരിക്കലതാ ഒരു വഴിയിലൂടെ കടന്നു പോവുകയാ. തൊട്ടടുത്തൊരു ഖബർ കണ്ടു, ഒരു ഖബർ കണ്ടു. ആ ഖബറിന്റെ ചാരത്ത് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സ്വഹാബാ, ഈ രണ്ടാളുകൾ വല്ലാതെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് സ്വഹാബാ. ഖബറിനകത്ത് വല്ലാത്ത വേദനയിലാണ് സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, പടച്ചവനെ, സ്വഹാബത്ത് ചോദിക്കുകയാണ്, എന്തേ നബി അവരുടെ ശിക്ഷയൊന്ന് പറയുമോ? അവർക്ക് എന്തു പറ്റി? അവരുടെ ശിക്ഷ എന്താണെന്ന് പറയുമോ? അവർ എന്ത് തെറ്റ് ചെയ്തവരാ നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബാ, അവർ ചെയ്തിരിക്കുന്ന തെറ്റെന്താണെന്നറിയോ? അവർ ഈബത്ത് പറയുന്നവരാ. മറ്റേയാള് മൂത്രമൊഴിച്ചിട്ട് വേണ്ട രൂപത്തിൽ കഴുകാതെ എണീറ്റ് പോരുന്നവനാണ്. മറ്റൊരാളെ കുറ്റപ്പെടുത്തി ഈബത്ത് പറഞ്ഞു നടക്കുന്നവന്, മറ്റവൻ പ്രച്ചവൻ നജസായിട്ട് വേണ്ട രൂപത്തിൽ ശുദ്ധിയാക്കാത്തവനാ. അതുകൊണ്ടാണ് ഇവർ വല്ലാതെ അവിടുന്ന് ശിക്ഷ അനുഭവിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഇത് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യാ സഹാബാ, ഇവരെങ്ങാനും പരിശുദ്ധമായ പുണ്യമായ റജബുണ്ടല്ലോ, ആ റജബിൽ അല്ലാഹുവിനെ ബഹുമാനിച്ചു കൊണ്ട് ആദരവ് മുൻനിർത്തിക്കൊണ്ട് അവിടെ നിന്ന് നോമ്പെടുത്തിരുന്നെങ്കിലോ സ്വഹാബത്തെ, ഇവരുടെ ഈ പാപങ്ങൾ പൊറുക്കാൻ ആ നോമ്പ് അവിടെ വന്നിട്ട് സാക്ഷി നിൽക്കുമായിരുന്നെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് മടി കാണിക്കരുത്. അല്ലാഹുവേ, വിഷമങ്ങളും സമയത്തിന്റെ സന്ദർഭങ്ങളും ഒക്കെ ഒരുപാട് നമുക്ക് പ്രതികൂലമാണെങ്കിലോ അല്ലാഹുവേ, അവിടെ അല്ലാഹുവിന്റെ നോമ്പുണ്ടല്ലോ, പുണ്യമായ ദിവസത്തിൽ ഈ മാസത്തിലെ നോമ്പുണ്ടല്ലോ, ഈ മാസത്തിലെ നോമ്പിന് ആരും തന്നെ അവിടെ നിന്ന് മടി കാണിക്കരുത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. പെണ്ണെ, ഒരു ദിവസം കണ്ടുകൂട്ടിയ തെറ്റുകൾ എത്രയാ? ചെറുപ്പക്കാരാ, ഒരു ദിവസം കണ്ടുകൂട്ടിയ പറഞ്ഞുകൂട്ടിയ തെറ്റുകൾ എത്രയാ? പടച്ചവനെ, ഇന്നുള്ള ചെറുപ്പക്കാരുടെ അവസ്ഥയൊന്ന് നോക്ക്. പരസ്പരം സംസാരിക്കുമ്പോ പോലും തെറി പറഞ്ഞിട്ടാണടാ തുടങ്ങുന്നത്. പരസ്പരം അവിടുന്ന് തോളിൽ കൈയിട്ട് നടക്കുന്നവനായിരിക്കാം. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പല ആളുകളും പറയുമല്ലോ, മോനെ തെറി പറയല്ലടാ, തെറി പറഞ്ഞിട്ട് ഒരാളെയും നീ സംസാരിക്കരുത്, ഒരാളോടും നീ വാക്ക് പറയരുതെന്ന് പറയുമ്പോ, പല ജീവികളുടെ പേര് വിളിച്ചിട്ട് സംസാരിക്കുമ്പോ പടച്ചവനെ അവിടെ നിന്ന് പറയാറുണ്ട്, അവൻ എന്റെ കൂട്ടുകാരനാ, അവന്റെ കൂടെ പിറപ്പ് പോലെയാ, ഞങ്ങൾ അങ്ങനെയാ, അതുകൊണ്ടാ വിളിക്കുന്നതെന്ന് പറയുന്ന ചില ചെറുപ്പക്കാരെ മക്കൾ നമ്മൾ കാണാറുണ്ടല്ലോ. മോനെ, പ്രവാചകന്റെ വാക്കാനടാ നമുക്ക് വലുത്. നീ മുസ്ലിം എന്ന പേരും വെച്ചിട്ട് നാമം വെച്ചിട്ട് നടക്കുന്നുണ്ടെങ്കിലോ, നിന്റെ വാപ്പ മുസ്ലിമാണെങ്കിലോ, നിന്റെ ഉമ്മ മുസ്ലിമാണെങ്കിലോ, ഈ പറയുന്ന കാര്യം നീ ഒന്ന് കേട്ടോ. നിനക്കൊരാളെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ, നിനക്കൊരാളോട് വല്ലാത്ത സ്നേഹമുണ്ടെങ്കിലോ, നീ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അവനെ നീ നല്ല പേരിട്ട് വിളിക്കണേ. അവനിക്ക് ഇഷ്ടമുള്ള പേരുണ്ടല്ലോ, അതാണ് നീ വിളിക്കേണ്ടതെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാർ
മോശക്കാരാ, ഇനി ഒരിക്കലും നീ അങ്ങനെ വിളിച്ചു പോകരുത്, അങ്ങനെ പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞാ നിനക്കല്ലാന്റെ പരീക്ഷണം ഇറങ്ങുമെടാ, നിനക്കല്ലാന്റെ വിഷമങ്ങൾ വരുമല്ലോ. റസൂലുള്ളയാടാ പറയുന്നത്, റസൂലുള്ളയാ മോനെ പറയുന്നത്. എനിക്കും വേണ്ടി നിനക്കും വേണ്ടി ജീവിച്ച പ്രവാചകരോ, ആ പ്രവാചകന്റെ വാക്കുകൾ അംഗീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിലോ, ആ പ്രവാചകന്റെ കാര്യങ്ങൾ അംഗീകരിക്കാൻ പറയുന്നത് കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ലെങ്കിലോ, നമ്മളാണടാ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ മോശക്കാരൻ എന്ന് പറയുന്നത്. അല്ലാഹുവേ, ആ പ്രവാചകനെ മനസ്സിലാക്കി ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. അങ്ങനെ ഒരുപാട് തെറ്റുകൾ കണ്ടും കേട്ടുമാണടാ ഓരോ ദിവസവും എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും കടന്നു പോകുന്നത്. അള്ളാന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെ വലിയ സ്ഥാനമാനം കിട്ടണം. റജബിനെ ബഹുമാനിക്കണം. റജബിനെ ബഹുമാനിച്ചാൽ സ്ഥാനമാനം കിട്ടും. ഓരോ ദിവസവും പടച്ചവനെ നമ്മളൊക്കെ ചെയ്യുന്നതും പറയുന്നതും കാണുന്നതും കണ്ടു കൂട്ടുന്നതും പറഞ്ഞു കൂട്ടുന്നതും ചെയ്ത് കൂട്ടുന്നതുമായ പടച്ചവനെ തെറ്റുകൾ എടുത്താൽ അല്ലാഹുവേ പടച്ചവനെ, ഒരിക്കലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊന്നും കണ്ണ് തുറന്നിട്ട് നമ്മളൊന്നും ജീവിക്കൂല. നമ്മളൊന്നും കണ്ണ് തുറന്ന് നടക്കില്ല, മനസ്സ് തുറന്ന് നടക്കില്ല. നമ്മൾക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് അതിന്റെ ശിക്ഷയും അതിന്റെ അദാബും നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലൊന്നും എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊന്നും വേണ്ട രൂപത്തിൽ ഭക്ഷണമോ വെള്ളമോ കഴിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പരലോകത്തെ കുറിച്ച് നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അതിനെ കുറിച്ചെങ്ങാനും എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞാൽ, ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നേരവണ്ണം നിങ്ങൾ ചിരിക്കില്ല, നേരവണ്ണം ഭക്ഷണം കഴിക്കില്ല, നിങ്ങൾ വെള്ളം കുടിക്കില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്താം. അത്രയ്ക്കും ഭയാനകമാടാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരലോകം. നമ്മൾ മരിച്ചു ചെന്നാൽ നമ്മുടെ ഖബർ, നമ്മുടെ സിറാത്ത്, നമ്മുടെ ഹിസാബ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ അത്രത്തോളം വലിയ വിശാലമാണ്, അത്രത്തോളം വലിയ നമുക്ക് അദാബാണ്. നന്മയുള്ളവർക്ക് അത് എളുപ്പമാണ് എൻ്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് പരിശുദ്ധമായ റജബ് നമ്മുടെ കയ്യെത്തും ദൂരത്ത് വന്നിരിക്കാൻ വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുകയും അതിനെ പരിഗണിക്കുകയും ചെയ്യാൻ ആരും മറക്കരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ പരിശുദ്ധമായ റജബ് എന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ മാസമാണ്. അള്ളാന്റെ മാസത്തെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാനെ ബഹുമാനിക്കുന്നത് പോലെയാണ്, മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുന്നത്. മനസ്സിലായോ? ഈ തിങ്കളാഴ്ചയാണ് പുണ്യമായ റജബ് മാസം കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ പുണ്യമായ റജബ് തിങ്കളാഴ്ച ദിവസം തുടങ്ങുമ്പോൾ അന്നത്തെ ദിവസത്തിൽ നമ്മൾ നോമ്പെടുക്കുക. ആ ദിവസത്തിൽ നമ്മൾ നോമ്പെടുത്താൽ 3 കൂലി നമുക്ക് കിട്ടും. ഒന്ന് തിങ്കളാഴ്ച നോമ്പെടുത്തതിന്റെ പ്രതിഫലം കിട്ടും. 2 റജബ് 1-ന്റെ നോമ്പെടുത്ത പ്രതിഫലം കിട്ടും. 3 നമ്മുടെ ജീവിതത്തിൽ ഖളാ ആയ ഏതെങ്കിലും വല്ല നോമ്പോ അല്ലെ റമളാനിൽ ഏതെങ്കിലും ഒരു കാലത്ത് നോമ്പ് എൻ്റെ പ്രിയമുള്ളവരെ ഖളാ ആയിട്ടുണ്ടാകും, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അതും കൂടെ നിയ്യത്ത് വെച്ചോ. എന്നാൽ ഇതിന്റെ 3-ന്റെയും കൂലി അല്ലാഹു നമുക്ക് നോമ്പ് കൊണ്ട് നൽകുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ പുണ്യമായ റജബിന്റെ മഹത്വം ആരും മനസ്സിലാക്കാതെ പോകരുത്. റജബിന്റെ ദിനങ്ങൾ കടന്നു വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും അതിലെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.